ഇവിടെ പോകുന്നത് മൈനർ ലോസസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹെഗൻ പോയ്സൽ ഇക്വേഷൻ അങ്ങനെ ബെർണോളിസ് ഇക്വേഷനൊക്കെ വെച്ചിട്ട് ഫ്രിക്ഷൻ ഫാക്ടറും ഷിയർ സ്ട്രെസ്സൊക്കെ വെച്ചിട്ട് മേജർ ലോസിൻ്റെ ഇക്വേഷൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് HF. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈനർ ലോസസ് ആണ്. മൈനർ ലോസസ് എവിടേക്ക് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെൻഡ് അല്ലെങ്കിൽ എൽബോ അല്ലെങ്കിൽ ഇപ്പോൾ 2 പൈപ്പ് ജോയിൻ ചെയ്യുന്നു ഇറഗുലർ സൈസ് അങ്ങനത്തെയൊക്കെ കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലോസ് ഉണ്ടാവും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ബാക്ക് മിക്സിങ്. അപ്പോൾ അതാണ് നമ്മളോട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. മൈനർ ലോസസ് ഡ്യൂ ടു ബെൻഡ്സ്, എൽബോസ്, ജോയിൻറ്റ്സ് എക്സെട്ര ആൻഡ് വാൽവ്സ് എക്സെട്ര. ഓക്കെ, മെയിൻലി 2 കൺസിഡറേഷൻസ് ഉള്ളത്. ഒന്ന് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ, പിന്നെ ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ നോക്കാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പൈപ്പിൽ വെലോസിറ്റി ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഹയർ വെലോസിറ്റിയിലേക്ക് ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് എന്താ സംഭവിച്ചു, ഫ്ലോയ്ക്ക് വ്യത്യാസം വന്നു. അങ്ങനെ ഒരു സംഭവത്തിൽ ഒരു ജോയിൻറ്റിൻ്റെ കോർണർ ഏരിയാസിൽ വേക്ക് ഫോർമേഷൻ നടക്കും. അതാണ് നമ്മുടെ HFന് അല്ലെങ്കിൽ മൈനർ ലോസിനുള്ള റീസൺ. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോട്ടൽ ഏരിയ കൺസിഡർ ചെയ്തിട്ട് ആദ്യം നമ്മൾ മൊമെൻറ്റം ബാലൻസ് കണ്ടുപിടിക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫിഗറിൽ ആണ് നമ്മൾ മൊമെൻറ്റം ബാലൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇസ് സിമിലർ, A1 = A2. പിന്നെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, വോളിയം ഡിഫറൻസ് ഉണ്ടാവും, വെലോസിറ്റി ഡിഫറൻസും വരാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മൊമെൻറ്റം ബാലൻസ് ഇക്വേഷൻ എഴുതാണ്. അപ്പോൾ ഫോഴ്സസ് ആക്ടിങ് മൈനസ് ഫോഴ്സസ് എക്സേർട്ടിങ് പ്രഷറിൻ്റെ ബേസിൽ F1 - F2 = മൊമെൻറ്റം ഫോഴ്സ് മൈനസ് മൊമെൻറ്റം ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് F = പ്രഷറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അറ്റ് പോയിൻറ്റ് 1 ഏരിയ സെയിം ആയതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡിഫറൻസ് എങ്ങനെയായിരിക്കും, P1 A2 - P2 A2 = മൊമെൻറ്റം ബാലൻസ് എന്ന് പറയുന്നത് M × dV ആണ്, d/dt. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എമ്മിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു. അതിന് വോളിയത്തിന് എഗെയിൻ നമ്മൾ ഡിസ്റ്റൻസ് ഇൻറ്റു ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ഇൻറ്റു ഏരിയ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു x × A എന്നുള്ള ടേം വരും. ആ എക്സും പിന്നെ നമ്മുടെ അവിടെ ഓൾറെഡി ഉള്ള mv/tയുടെ എക്സും ബൈ ടി എന്ന് വരുന്നത് വെലോസിറ്റിയാവും. അപ്പോൾ 2 വെലോസിറ്റി ടേം വരും, ഒരു ഏരിയ ടേം വരും, പിന്നെ ഒരു ഡെൻസിറ്റി ടേം വരും. അതാണ് നമ്മളിവിടെ എഴുതിയാണ് റോ ഇൻറ്റു V2 × V2 × A2 പ്ലസ് റോ ഇൻറ്റു V1 × V1 A1. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായാണ് മൈനസ് ടേം ആണ് വരാം. അപ്പോൾ ഇത് ഞാൻ ഓക്കെ മൊമെൻറ്റം ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ P1 A2 - P2 A2 = ഡെൻസിറ്റി ഇൻറ്റു V2 × V2 A2 മൈനസ് ഡെൻസിറ്റി ഇൻറ്റു V1 × V1 A1. ഇതാണ് നമ്മുടെ മൊമെൻറ്റം ബാലൻസ്. ഇനി നമുക്ക് ഒറിജിനൽ നമ്മുടെ ബെർണോളിസ് ഇക്വേഷനിലേക്ക് വരാം. ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു കൺസിഡറേഷനിൽ നമുക്ക് ബെർണോളിസ് എക്സ്പാൻഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ P1/ρg + Z1 + V1² 2g = P2/ρg + Z2 + V2² 2g ആണ്. ഇതൊരു ഹൊറിസോണ്ടൽ കേസ് ആയ കാരണം Z1 = Z2 ആണ്, അതുകൊണ്ട് ആ ടേംസ് മൈനസ് ആയി പോകും. പിന്നെ നമുക്ക് വന്നത് P1 പ്രഷർ ടേമും വെലോസിറ്റി ഹെഡ് ടേമുമാണ്. അതാണ് ഞാനിവിടെ എടുത്ത് എഴുതിയത്. V1² 2g + P1 ഗാമ എന്ന് പറയുന്നത് റോജിയുടെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ V1² 2g + P1/ρg = V2² 2g + P2/ρg. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഒരു HL, അതായത് നമ്മൾ എറർ ഫാക്ഷൻ ബെർണോളിസ് ഇക്വേഷൻ്റെ കറക്ഷൻ ഫാക്ടർ നമ്മൾ പഠിച്ചപ്പോൾ എനർജി ടേമിൽ നമ്മളൊരു HL ഫാക്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, മൈനർ ലോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മൈനർ ലോസ് നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും, ബെർണോളിസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മൈനർ ലോസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. P1 - P2/ρg = V2² - V1² 2g + HF എന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് HF എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെലോസിറ്റി ടേം കണ്ടുപിടിക്കാം. ഇനി പ്രഷർ ടേം നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഈ പ്രഷർ ടേം കണ്ടുപിടിക്കുന്നത് ഈ മൊമെൻറ്റം ഇക്വേഷനിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊമെൻറ്റം ഇക്വേഷൻ എടുക്കാം. അപ്പോൾ മൊമെൻറ്റം ഇക്വേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ A2 പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡെൻസിറ്റി LHSലേക്ക് കൊണ്ടുവരുമ്പോൾ P1 - P2/ρ × A2 = V2 × V2/A2 മൈനസ് V1 × V1 × A1 വരും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, A1 V1 = A2 V2 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ A2 നമ്മൾ വിത്ത് റെസ്പെക്ട് ടു A1 V1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അപ്പോൾ V2 ഇൻറ്റു V2 A2 എന്നുള്ളത് മൈനസ് V1 ഇൻറ്റു V2 A2 എന്ന് തന്നെ വരും. അങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വിൽ ബി P1 മൈനസ് P2 ബൈ റോ ജി ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V2 V1 ബൈ ജി എന്ന് കിട്ടും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നത് ഈ P1 ബൈ P2 ഡിവൈഡ് ബൈ റോ ഇസ് ഈക്വൽ ടു V2 ഇൻറ്റു V2 A2 മൈനസ് V1 ഇൻറ്റു A2 V2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ P1 മൈനസ് P2 ബൈ റോ എന്നുള്ളത് റോ ജി ആക്കാൻ വേണ്ടിയിട്ട് 1 ബൈ ജി കൊണ്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇക്വേഷൻ ഈ രീതിയിൽ കിട്ടുക. P1 മൈനസ് P2 ബൈ റോ ജി ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 V2 ബൈ ജി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബെർണോളിസ് ഇക്വേഷനിൽ നിന്ന് മൊമെൻറ്റം ബാലൻസ് ഇക്വേഷനിൽ നിന്ന് P1 മൈനസ് P2 ബൈ റോ ജിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനെ നമ്മുടെ ബെർണോളിസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എ ആൻഡ് ബി ആണ് ഞാൻ എടുത്തത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ V2 സ്ക്വയർ മൈനസ് V2 V1 ബൈ ജി ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് HL എന്ന് കിട്ടും. സോ HL ഈസ് ഈക്വൽ ടു മൈനസ് ആക്കും V2 സ്ക്വയർ മൈനസ് V1 V2 ബൈ ജി മൈനസ് ഓഫ് V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡ് ബൈ 2g. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ബേസിൽ കിട്ടും. അങ്ങനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്നതാണ് HL ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഹോൾ സ്ക്വയർ ബൈ 2g ഓർ V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ബൈ 2g. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പെർട്ടിക്കുലർ വെലോസിറ്റി നമുക്ക് അറിയണ വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് സോണിലാണോ. ഇപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1ൽ നിന്ന് 2ലേക്കാണ് ഫ്ലോ നടക്കുന്നതെന്നുണ്ടെങ്കിൽ 1ൻ്റെ വെലോസിറ്റി എനിക്കറിയാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ആ വെലോസിറ്റി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ സോണിൽ V1 ആണ് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ V2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു V1. അഥവാ എൻ്റെ സോണിൽ V2 ആണ് അറിയണമെന്നുണ്ടെങ്കിൽ V2നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു V1. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ശരിക്കും എൻ്റെ സോണിലെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു V1 ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പോൾ HL ഈസ് ഈക്വൽ ടു V1 സ്ക്വയർ ബൈ 2g ഇൻറ്റു 1 മൈനസ് A1 ബൈ A2 ഇൻറ്റു ഹോൾ സ്ക്വയർ എന്നാണ് വരിക. ഈ A1 A2നെ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ ഞാൻ കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ HL ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു V1 സ്ക്വയർ ബൈ 2g ഇൻറ്റു 1 മൈനസ് D1 ബൈ D2 ഹോൾ സ്ക്വയർ ഇൻറ്റു ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി ഈ 1 മൈനസ് ചേഞ്ച് ഇൻ ഡയമീറ്റർ സ്ക്വയർ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് K എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HL ഈസ് ഈക്വൽ ടു K ഇൻറ്റു വെലോസിറ്റി ഹെഡാണ്. ഓക്കെ, ഇനി ഒരു കേസിൽ ഒരു റിസർവോയർ ആണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റേഷ്യോ ഓഫ് ഡയമീറ്റർ വിൽ ബി 0. അങ്ങനെയൊരു കേസിൽ നമ്മുടെ ഈ ലോസ് എന്ന് പറയുന്നത് വിൽ ബി കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു തെർമൽ എനർജി. അതായത് ഒരു എനർജി കൺവേർഷൻ നടക്കും. HL ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ 2g എന്ന് വരും. അതായത് ഫുൾ എനർജി, ആ ഫ്രിക്ഷണൽ ലോസ് മൊത്തം എന്താണ്, ആ ലോസാണ് മൊത്തം ആ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് മൊത്തം തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കേണ്ടത് സഡൻ കോൺട്രാക്ഷൻ. ഇപ്പോൾ നേരത്തെ സഡൻ എക്സ്പാൻഷൻ കണ്ട രീതിയിൽ തന്നെ സഡൻ കോൺട്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതേ അനാലിസിസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ, ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്താണ് സോൺ എന്ന് പറയുന്നത്. അവിടെ 1 2 എടുത്ത പോലെ ഇവിടെ 0 2 ആണ് ഞാൻ സോൺ എടുത്താണ്. അപ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് HC, അതായത് കോൺട്രാക്ഷനിലുള്ള ലോസ് എന്ന് പറയുന്നത് H ഈസ് ഈക്വൽ ടു V0 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2g എന്നായിരിക്കും. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ അതിനെന്ത് ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു ഏത് സോണിലാണ്. എനിക്കിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ വെലോസിറ്റി ആയിരിക്കും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലോ. ഇപ്പോൾ ഈ കോൺട്രാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് V2 വെലോസിറ്റിയാണ് ഡിറ്റക്ഷൻ എളുപ്പം എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തിൻ്റെ ബേസിലാക്കണം, വിത്ത് റെസ്പെക്ട് ടു V2 ആക്കണം. ഓക്കെ, ഇപ്പോൾ V2 ആണ് എൻ്റെ വെലോസിറ്റി എന്നുണ്ടെങ്കിൽ അവിടെ വരേണ്ട ഡയമീറ്റർ ടേം എന്താ, D2 ബൈ D1 ആണ്. ഇനി നമുക്കിവിടെ ഒരു ടേം ഉണ്ട് എക്സ്ട്രാ എന്ന് പറയുന്നത്, അതായത് കോൺട്രാക്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. കോൺട്രാക്ഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഏരിയ, അതായത് A2 ഡിവൈഡ് ബൈ A0 ആണ്. A0 ഡിവൈഡ് ബൈ A2 ആണ്. അതായത് നമ്മുടെ ഈ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കോൺട്രാക്ഷൻ ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ്പാൻഡഡ് ഏരിയ ആണ് എന്ത്, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് C ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ CC ഈസ് ഈക്വൽ ടു A0 ബൈ A2 ആണ്. A0 ബൈ A2. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ടേം എങ്ങനെ വരും, V2 സ്ക്വയർ ബൈ 2g ഇൻറ്റു
വരേണ്ട ടേം എന്ന് പറയുന്നത് ഇപ്പോൾ വി ടു സ്ക്വയർ ആയ കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് d2/d0 - 1 ഹോൾ സ്ക്വയർ ആണ് വരാം. അപ്പോൾ d2/d0 ആണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു സി സി എന്ന് പറയുന്നത് എന്താണ്, a0/a2 ആണ്. അതായത് ഞാൻ ഡയമീറ്ററിലേക്ക് ആക്കുകയാണെങ്കിൽ d0/d2 ആണ്. ഇവിടെ വരേണ്ടത് എന്താ, d2/d0 ആണ്. അപ്പോൾ എന്ത് വരും, 1/cc എടുക്കണം. അങ്ങനെ എച്ച് ഫാക്ടർ, അതായത് minor loss in contraction, sudden contraction is equal to 1/cc - 1 the whole square into v2 square by 2g ആണ്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയാണ് മൈനർ ലോസസിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഇൻഡസ്ട്രിയലി ഈ കെയിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് കെ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ആ ടേംസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഇന്ന ഡയമീറ്ററിലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡയമീറ്റർ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, കെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ എത്രയാണ് ഫ്രിക്ഷണൽ ലോസ് എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ സഡൻ എക്സ്പാൻഷൻ്റെ കേസിലും ഇതിൻ്റെ കേസിലാണെങ്കിലും കോൺട്രാക്ഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.